അലർജീസ് ഉള്ള ആൾക്കാർ വരുമ്പോഴത്തേക്കും എങ്ങനെയെങ്കിലുമൊക്കെ പണി കിട്ടിയിട്ടുണ്ടോ? പിന്നെ ഏറ്റവും അത് എന്തായാലും ചോദിച്ചത് അതിനെക്കുറിച്ചൊരു വലിയൊരു അവയർനെസ് വേണം. ഇപ്പോൾ ഈ അലർജി എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ നാട്ടിലുള്ളവർക്ക് പലർക്കും അത് എപ്പോഴും എനിക്ക് ഒരു റിക്വസ്റ്റാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ, നിങ്ങളുടെ ലൈഫിൽ എല്ലാവരും ഒരു യങ് ഏജിൽ തന്നെ കുട്ടികളെങ്കിലും ഒരു അലർജൻ ടെസ്റ്റ് ചെയ്യിപ്പിച്ച് വെക്കണം. മേജറായിട്ടൊരു 8 സംഭവങ്ങളുടെ അലർജി ഉണ്ട് മെയിൻലി. അപ്പോൾ അത് സിവിയർ അലർജിയാണെങ്കിൽ മരിച്ചു പോകുന്ന സംഭവങ്ങളൊക്കെ ഞാനത് എൻ്റെ അനുഭവത്തിൽ കണ്ടില്ല, പക്ഷേ അതിനോ നമുക്കൊത്തിരി റെക്കോർഡ്സ് തന്നിട്ടുണ്ട്. UK പോകുമ്പോഴാണ് ഇതിനെക്കുറിച്ച്. ഇപ്പോൾ യൂറോപ്പിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഭയങ്കര അവയർനെസ് ആണ്. ഓരോരുത്തരും ഒരു കാർഡ് വരെ കൊണ്ടുവരും. ഇപ്പോൾ ഒരു നട്ട് അലർജി ഉള്ള ആൾ, ഒരു ട്രൈസ് ഉണ്ടെങ്കിൽ പോലും അയാൾക്ക് സിവിയർ നട്ട് അലർജി ഉള്ള ഒരാൾ ആ കിച്ചണിൽ നട്ട് കട്ട് ചെയ്താൽ പോലും അയാൾക്ക് സിവിയർ ആവും. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് കാർഡുമായിട്ടായിരിക്കും വരിക. അപ്പോൾ ഈ അലർജൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സീ ഫുഡ് നമ്മളിപ്പോൾ മെയിൻലി അപ്പോൾ ഈ അലർജി ഉണ്ട്, ഇൻടോളറൻസും ഉണ്ട്, രണ്ടും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും വലിയൊരു കാര്യമാണ് ഗ്ലൂക്കോസ് ഇൻടോളറൻസ് എന്ന് കേട്ടിട്ടുണ്ടാവും. അത് പാലോ അല്ലെങ്കിൽ ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അത് അലർജി അല്ല ആക്ച്വലി. പക്ഷെ പാല് കഴിച്ചുകൊണ്ടോ പാലുൽപ്പന്നങ്ങൾ ഇപ്പോൾ തൈരാണോ വെണ്ണയാണോ അല്ലെങ്കിൽ ഘീ അങ്ങനെയൊക്കെ ചീസൊക്കെ കഴിക്കുന്നത് കൊണ്ട് പിന്നെ പ്രശ്നമുള്ള ആൾക്കാരുണ്ട്. അത് ഒരുപാട് ഭൂമിയിൽ ഒരുപാട് പേർക്കുണ്ട്. ഞാൻ അത് വായിച്ചിട്ടുണ്ട് കേട്ടാ. 70% ലോകത്തുള്ള ആൾക്കാർക്കും ലാക്ടോസ് ഇൻടോളറൻസ്. അത് പക്ഷേ നമ്മുടെ മലയാളികൾക്ക് എത്ര പേരുണ്ട്. പക്ഷേ ഇവർ ഇത് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഇത് സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ വയറിനുള്ളിൽ പ്രശ്നമാണ്. ഇത് ആരും പറയാണ്ട് അങ്ങ് സഹിക്കുകയാണ്. നേരെ മറിച്ച് നിങ്ങളൊരു അലർജൻ ടെസ്റ്റിൽ തിരിച്ചറിയുകയാണ് നിങ്ങൾക്ക് ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ടെങ്കിൽ പാല് കുടിക്കാൻ പാടില്ല. വളരെ സുഖകരമായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ച് സുന്ദരമായിട്ട് പോകേണ്ട ആൾക്കാർ പാല് ചായയും കുടിച്ച് അറിയാണ്ട് തൈരും പുളിശ്ശേരിയും ഒക്കെ കൂട്ടി അല്ലെങ്കിൽ പായസമൊക്കെ കുടിച്ചിട്ട് ഡെയിലി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ അങ്ങ് സഹിക്കുവാണ് നമ്മൾ ഓരോ ആൾക്കാരും. കൊടുത്തോടാ സംസാരിച്ചിട്ടുണ്ട്. അത് കുഴപ്പമില്ല ചേട്ടാ, കഴിച്ച് കഴിഞ്ഞ് സംസാരിച്ചാൽ മതി. സോ അപ്പോൾ ഈ അലർജിയുടെ എനിക്ക് പറയാനുള്ളത് നമ്മളെപ്പോഴും തിരിച്ചറിയുക. നമുക്ക് എന്തെങ്കിലും മെയിനായിട്ടുള്ള ഒരു ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു 8 or 9 അലർജി ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് മല്ലിയില അലർജി ഉള്ളവരുണ്ട്. ചിലർ കറിവേപ്പില എന്നൊക്കെ പറഞ്ഞ് വരുന്ന വളരെ വേർഡായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ അടുത്ത് എത്തും. പക്ഷേ നമ്മൾ അതിനന്നേരം ആ റെസ്പെക്ട് ചെയ്തിട്ടാണ് ആൾക്കാർ പറയും. അപ്പോൾ അതുകൊണ്ടാണ് കളർ കോഡറായിട്ട് നിങ്ങൾ കട്ടിംഗ് ബോർഡ് കണ്ടിട്ടില്ലേ നൈഫിനൊക്കെ. അപ്പോൾ ഡിഫറെൻറ്റ് കട്ടിംഗ് ഈ കളർ കോഡ് പോലും വെച്ചേക്കുന്നത് ഈ അലർജൻ ഉള്ളവർക്ക് അല്ലെങ്കിൽ അത് ക്രോസ് കണ്ടാമിനേഷൻ ആവാണ്ട്. ഇപ്പോൾ ഒരു സീ ഫുഡ് അലർജി ഉള്ള ഒരാൾ ഓക്കെ, അതിന് സീ ഫുഡിൽ തന്നെ ഡിഫറെൻറ്റ് ഷെൽ ഫിഷ്, ഇപ്പം ചെമ്മീൻ, ഇപ്പോൾ ഈ ഷെല്ലുള്ളത് ഞണ്ട് പിന്നെ അങ്ങനെയൊക്കെ ഉള്ളതിന് വേറെ തരം അലർജിയാണ്. അത് മാത്രമുള്ളവരുണ്ടാവും. പക്ഷേ അത് എല്ലാവരും തെറ്റിദ്ധരിക്കും സീ ഫുഡ് അലർജിയാണ്. അല്ല, ചിലർക്ക് അത് ഇപ്പം ഓയിസ്റ്റർ, നമ്മുടെ കല്ലുമേക്കായ്, ചിപ്പി, കക്ക ഇറച്ചി, അത് വേറെ തരം അലർജിയാണ്. അത് മാത്രമുള്ളതുണ്ട്. അപ്പോൾ സീ ഫുഡ്, ഡയറി, ഗ്ലൂട്ടൻ, ഗ്ലൂട്ടനാണ് ഇപ്പോൾ ഏറ്റവും മോസ്റ്റ് കോമൺ അലർജി ആയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കും ഇവിടെ ഇതൊന്നും അറിയാണ്ട് ഇപ്പം മൈദ വെച്ച് കഴിക്കുന്ന സാധനങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ തവിട് ചേർന്നതിൻ്റെ അലർജി ഉള്ളവരെല്ലാം നമ്മളിത് അറിയാണ്ട് കഴിച്ച് ചോറ് പോലും കഴിച്ചിട്ട് ഈ വയറിനകത്ത് ഉരുണ്ടുപിടുത്തം മറ്റതൊക്കെ അതങ്ങ് ശീലമാക്കി കൊണ്ടുപോകും നമ്മൾ. അത് നോർമലാണ്. അത് എന്തിനാണ് ഇത്ര? നിങ്ങൾക്ക് സുന്ദരമായിട്ട് ഇതങ്ങ് അവോയ്ഡ് ചെയ്താൽ നിങ്ങൾക്ക് ബെറ്റർ ഗട്ട്, നമുക്ക് ഏറ്റവും ബെറ്ററായിട്ട് ആഹാരം അത് ആസ്വദിച്ച് എല്ലാവരുടെയും ശരീരം ഡിഫറെൻ്റാണ്. അപ്പോൾ ഈ അലർജനെക്കുറിച്ച് തീർച്ചയായിട്ടും നമ്മളൊന്ന് ശ്രദ്ധിച്ച് ഒരു യങ് ഏജിൽ ഒരു ഡോക്ടറെ കൊണ്ടുപോയി, ഏത് ഏജിലും വേണം. ഇനിയിപ്പം പക്ഷേ ഒരു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ തിരിച്ചറിയാൻ പറ്റും. ഈ 8 അലർജൻസിൻ്റെ മെയിൻ സാധ്യതയില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഡയറി ഏറ്റവും മോസ്റ്റ് കോമൺ, ഏറ്റവും കോമൺ ആയിട്ട് നട്ട്, ഡയറി ആൻഡ് ഗ്ലൂട്ടൻ, ദെൻ സീ ഫുഡ്. പിന്നെ എഗ് അലർജി ഉണ്ട്, സോയ അലർജി ഉള്ളവരുണ്ട്. പിന്നെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് നമ്മളിപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് മുരിങ്ങയ്ക്ക അലർജിയുള്ള ഒരുപാടുണ്ട്. ചേന നിങ്ങൾ കണ്ടാവും, മുരിങ്ങയ്ക്കൊക്കെ കഴിച്ചിട്ട് ദേഹം മൊത്തം തടിച്ചു വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. മുരിങ്ങയ്ക്കൊക്കെ അത് ചിലർക്ക് വളരെ റെയറായിട്ട് എന്തും അലർജി വന്നേക്കാം. അതാ പറഞ്ഞത്, ചിലത് അലർജിയാണെന്ന് തിരിച്ചറിയുക എന്നുള്ളത് ഫുഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവം നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. വല്ലാതെ ഇപ്പം പ്ലാസ്റ്റിക്കിൻ്റെ അലർജി ഉള്ളവരൊക്കെ ഉണ്ട്, വേറെ പല സംഭവങ്ങളും അവർ തിരിച്ചറിയാണ്ട് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് തിരിച്ചറിയുക എന്നുള്ളതാണല്ലോ നമുക്ക് ഒരു പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു അലർജി ഉള്ളവർ തിരിച്ചറിയുന്നത് ഏറ്റവും നല്ലതാണ്. കുറേ പേർക്ക് ഇപ്പം ഞാനൊക്കെ എല്ലാം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അലർജിയായിട്ട് അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ വി ആർ ഗുഡ് ഓക്കെ. പക്ഷെ അതുപോലെ ആയിരിക്കത്തില്ല. ഇപ്പോൾ നിങ്ങളിപ്പോൾ കാർത്തിക്കിന് വയറിനൊക്കെ പ്രശ്നമുണ്ട്, നമ്മൾ അറിയുന്നില്ല. ഇപ്പോൾ പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഡോക്ടർ പറയാണ്, കാർത്തിക് നിങ്ങൾക്ക് ലാക്ടോസ് അത്ര അത് അലർജി അല്ല, ഇൻടോളറൻസ് ആണ്, ഇനി അത് വേണ്ട എന്ന് വെച്ചിട്ട് കഴിയുമ്പോൾ ഒരു ചായ ഒരു 6 മാസം പാലുൽപ്പന്നങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യുമ്പോൾ യു ഫീൽ ശരിയാണല്ലോ, ഐ എം ബെറ്റർ എന്ന് തോന്നിയാൽ പിന്നെ ഇപ്പോൾ ചായ കുടിക്കില്ലല്ലോ.
അല്ല പാൽ ഉപയോഗിക്കില്ലല്ലോ, അതാണ്. എനിക്കൊന്ന് അങ്ങനെയുള്ളവർക്കായിരിക്കും സോയാ മിൽക്കൊക്കെ സോയാ മിൽക്ക് ആക്കുന്നതുണ്ട്, ബദാം മിൽക്ക് ഉണ്ടാവുന്നുണ്ട്, ആൽമണ്ട് മിൽക്ക്, അങ്ങനെ അതൊക്കെ എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷേ നമ്മൾ ചായ കുടിച്ചേ പറ്റുന്നുണ്ടെങ്കിൽ സോയാ മിൽക്ക് സോയാ മിൽക്ക് ചിലർക്ക് പിന്നെ പലതരം ഇതുണ്ട്. അപ്പോൾ ഈ അലർജി പ്ലീസ് എല്ലാവരും എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണം എപ്പോഴും. തീർച്ചയായിട്ടും ഞാൻ 100% ചെക്ക് ചെയ്തിരിക്കും. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ പോയി ചെക്ക് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ അത് അലർജി ഉണ്ടെന്ന് അറിയുന്ന, അപ്പോൾ നമ്മൾ ഇല്ലയെന്ന് അറിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ എന്നാലും ചിലപ്പോൾ ഏതെങ്കിലും ഒരു സർക്കംസ്റ്റാൻസിൽ നമ്മൾ ചിലപ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞാലും ചിലർക്കൊക്കെ വൺ ഓഫ് ടൈമിലൊക്കെ സീ ഫുഡ് കഴിക്കുന്നതൊക്കെ പെട്ടെന്ന് അതായത് പ്രോൺസ് ഇഷ്ടം പോലെ കഴിക്കും. പക്ഷേ ചില സമയങ്ങളിൽ ചെമ്മീൻ കഴിക്കുമ്പോൾ ചിലർക്ക് അലർജി വരുന്നുണ്ട്. അത് വൺ ഓഫ് ടൈം, അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും കുഴപ്പമില്ലാണ്ടാവും. പക്ഷെ അത് അങ്ങനെയുള്ള ഇൻസിഡൻസ് ഞാൻ കണ്ടു. എൻ്റെ അമ്മയ്ക്ക് ഒരു പ്രാവശ്യം ഇതുപോലെ കുഞ്ഞു കൊഞ്ചുണ്ടല്ലോ, ചുമന്ന കളറിൽ. അതെ. ആ കൊഞ്ച് ഒരു ദിവസം വീട്ടിൽ വാങ്ങിച്ചിട്ട് ഞാനും ഇല്ലായിരുന്നു, അച്ഛനും ഇല്ലായിരുന്നു. അമ്മ വെച്ചതൊക്കെ അമ്മ എന്നെ തിന്ന് തീർത്ത്. അമ്മ ഒരു വൈകുന്നേരം ആയപ്പോ അമ്മയുടെ മുഖമൊക്കെ ഫുട്ബോൾ കണക്കിരിക്കും. ഒയ്യോ, വീർത്തുപോയി. അമ്മ പേടിച്ചു, എന്നെ ആശുപത്രി കൊണ്ടുപോയി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അമ്മയ്ക്ക് ചൂര മീൻ പോലും കഴിക്കാൻ പറ്റാതായി പോയി. പിന്നെ കുറച്ച് നാളത്തേക്ക് ചൂര മീൻ കഴിച്ചാൽ എന്തോ റിയേഷൻ വന്നിട്ട് അങ്ങനെ കുറെ നാൾ കഴിഞ്ഞ് ഇപ്പോഴാണ് പിന്നെ തിരുവനന്തപുരക്കാർക്ക് ചൂര മീൻ കഴിക്കാണ്ടിരിക്കാൻ പറ്റൂല. ഞങ്ങൾക്ക് വെച്ച് തന്നിട്ട് അമ്മ അതാണ് ഏറ്റവും വലിയ ഈ ചൂര മലബാറുകാർക്ക് വലിയ പ്രിയമൊന്നുമില്ല. പക്ഷെ ട്രിവാൻഡ്രം, കൊല്ലത്ത് ചൂര എന്ന് പറഞ്ഞാൽ ചൂര എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും അറ്റ്ലാന്റിക് സാൽമൺ എന്നൊക്കെ പറഞ്ഞ് ഫ്രഞ്ചുകാർ കഴിക്കുന്ന പോലെയാണ്. അറ്റ്ലാന്റിക് സാൽമൺ നമുക്ക് ചൂര ഭയങ്കര ഇഷ്ടമാണ്. ചൂര പൊരിച്ചടിക്കും, കറി വെച്ചാലും അച്ചാറിട്ടാലും കൊതിപ്പിക്കുന്നു. ചൂര അച്ചാർ, അയ്യോ, പഠിക്കാൻ പോണ സമയത്തൊക്കെ പണ്ട് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ പോണ സമയത്ത് ഒരു വലിയ കുപ്പി നിറച്ച് ചൂര അച്ചാറൊക്കെ അതാണ്. പിന്നെ ചോറിന്റെ കൂടെ കുറച്ച് ചമ്മന്തി പൊടിയൊക്കെ ചേർത്ത് ഇതും കൂടെ ചേർത്താൻ കഴിയും. ഭയങ്കര രസമല്ലേ അതൊക്കെ. പിന്നെ നമ്മൾ അലർജൻസിന്റെ കാര്യം അലർജൻസ് ഇതാണ്. അപ്പോൾ ചെക്ക് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഏതെങ്കിലും നിങ്ങൾക്ക് ഒരു അലർജി ഉണ്ടെങ്കിൽ ആ റെസ്റ്റോറൻറ്റിൽ പോയാൽ ഏറ്റവും ആദ്യം തന്നെ അവരത് പറയണം, എനിക്ക് ഇന്ന അലർജി ഉണ്ട്. കാരണം ഇത് ക്രോസ് പലതും സിവിയറായി പോകുന്നത് ഇപ്പോൾ ഒരു സെയിം നൈഫ് വെച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ചെമ്മീൻ അലർജിയാണ്, ചെമ്മീൻ കട്ട് ചെയ്ത ആ നൈഫ് ചിലപ്പോൾ കഴുകിയാൽ പോലും അതിനകത്തൊരു ട്രേസ് ഉണ്ടാവും. അത് വെച്ചൊരു നിങ്ങൾക്കുണ്ടാക്കുന്ന ചിക്കനോ മീനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കട്ടിയാൽ ആ കട്ടിംഗ് ബോർഡ്, ചോപ്പിംഗ് ബോർഡിനകത്ത് തന്നെ ഒരു പച്ചക്കറി വെജിറ്റേറിയൻ ആയിരിക്കും. അപ്പോൾ അത് സ്പെസിഫിക്കലി നിങ്ങൾ പറയുകയാണ് എനിക്ക് അലർജി ഉണ്ടെന്ന് ആ വെയിറ്റർ എടുത്തോ ഓർഡർ ടേക്കർ എടുത്തോ പറഞ്ഞാൽ, സിവിയർ ആണെങ്കിൽ തീർച്ചയായിട്ടും മാനേജറെ വിളിച്ച് പറയണം നിങ്ങൾക്കൊരു സിവിയർ അലർജി ഉണ്ട് എന്നാണ്. കാരണം ആ കിച്ചണിനകത്ത് എങ്ങനെയാണ്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഇപ്പോൾ ഒരു പുതിയൊരു കട്ടിംഗ് ബോർഡ് തന്നെ കളർ ഒരു പിങ്ക് വേറൊരു തരം കളറാണ്. അത് അലർജൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സാധനം അതിനകത്ത് മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നിയമം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സിലും ഷെഫ് ഇതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലായിടത്തും അത് ഫോളോ ചെയ്തു. ജീവൻ പോകുന്നൊരു കാര്യമാണ്. ഞാൻ ഈ UK കുറേ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ സിവിയർ അലർജിക്കായിട്ട് ഭക്ഷണമൊക്കെ ഭയങ്കര ഏറ്റവും സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഭക്ഷണം. ചിലതൊക്കെ നമ്മൾ പെട്ടെന്ന് പേടിച്ചു പോകും. ചെമ്മീനൊക്കെ കഴിച്ചിട്ട് ഈ പറഞ്ഞ എത്ര വേർത്ത് പോയി സ്കിഡ് കഴിച്ചാലും വീർക്കുമ്പോഴാണ് അത് അത്രയും വേഗത്തിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പം അതായത് അലർജി ഉള്ളവർ ഏനി റെസ്റ്റോറൻറ്റിൽ പോയാൽ ഈ എനിക്ക് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നേരത്തെ പറഞ്ഞ ലാക്ടോസും ഗ്ലൂട്ടനും ഒരുപാട് കോമൺ ആണ്. അപ്പോൾ നമ്മളിതൊന്നും അറിയാണ്ട് തവിടിൻ്റെയും കഴിച്ചാൽ വയറിന് പ്രശ്നമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. മൈദയാണോ അതൊക്കെ അതറിയാണ്ട് നമ്മൾ ഡെയിലി പൊറോട്ടയും ചോറും ഒക്കെ വലിച്ചു കഴിക്കുന്നതല്ലേ. സ്ഥിരമായിട്ട് കഴിച്ച് ശരീരത്തിനെങ്കിലെ ഒരുപാട് മദ്യപിക്കുന്നവർ മദ്യം ശരീരത്തിന് പാടാണ്. പക്ഷെ കഴിച്ച് അങ്ങ് നോർമലാവില്ലേ. അതുപോലാണ് ഇതും. അപ്പോൾ അതുകൊണ്ട് തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ റെസ്റ്റ് ഓഫ് ദ ലൈഫ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മൾ അറിയാതെ ചില പ്രശ്നങ്ങൾ, ഇപ്പോൾ ചെറിയ തലവേദനയുണ്ട്, നിങ്ങൾ ആരുടെ അടുത്താ പറയുക, നമ്മളങ്ങ് സഹിക്കും ഇല്ലേ. ചെറിയ വയറുവേദന അതങ്ങനെ കണ്ടിന്യൂ ആയിട്ട് എല്ലാത്തിനും ഗ്യാസ് എല്ലാത്തിനും പോയി മരുന്ന് കഴിക്കാൻ ആർക്കും മരുന്ന് കഴിക്കാൻ താല്പര്യമൊന്നുമില്ല. വളരെ ഇച്ചിരിയുടെ പ്രശ്നമാണ്. നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടാണെങ്കിലാണ് ഒരാൾ പോയി മരുന്ന് കഴിക്കുകയോ ഒരു ഡോക്ടറെ പോയി കാണുക. അല്ലാതെ 100 ചെറിയ പ്രശ്നങ്ങൾ നമുക്കുണ്ട്. അത് പക്ഷെ കണ്ടില്ലെന്ന് എന്തിനാണ് നടിക്കുന്നത്? അത് ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കാം. അത് ഭീകര ഒരു ഇൻസൈറ്റ് കേട്ടോ. എന്തായാലും പോയി ചെക്ക് ചെയ്യണം. എല്ലാവരും ചെക്ക് ചെയ്യണം. എല്ലാ കുട്ടികളും ഒരു തവണ ചെക്ക് ചെയ്ത് മേക്ക് ഷുവർ അറ്റ്ലീസ്റ്റ് ഈ മേജറായിട്ടുള്ള സാധനങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്തുക. ഉണ്ടെങ്കിൽ പിന്നെ അവർക്കറിയാമല്ലോ ഇന്ന സാധനം കഴിക്കാൻ പാടില്ല. അല്ലെങ്കിൽ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഈ മിക്സ് ചെയ്തൊക്കെ സാധനങ്ങൾ വരും. എനിക്ക് എൻ്റെ ഒരു വേറെ ഡൗട്ട് ഷെഫ്, ഇതിപ്പോൾ ഓക്കെ ഒരു പ്രീമിയർ റെസ്റ്റോറൻറ്റിലൊക്കെ അവരിങ്ങനെ കട്ടിംഗ് ബോർഡ്സ് ഒക്കെ സെപ്പറേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ
നോർമൽ കടകളിൽ വരുമ്പോൾ ഇത് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് അവിടെയാണ് ഇതാണ് ഇതിൻ്റെ ഒരു എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ അലർജൻ ഹൈജീൻ എന്നൊക്കെ പറഞ്ഞാൽ ഹൈജീൻ ഇപ്പോൾ അലർജി ആയിക്കോട്ടെ, ഫുഡ് ഹൈജീൻ ആയിക്കോട്ടെ, ഇത് ചെറിയ കട വലിയ കടയൊന്നും ഇല്ല. ഇതെല്ലാം മിനിമം. ഇപ്പം നിങ്ങൾ ദുബായിൽ പോയിട്ടില്ലേ? പോയിട്ടുണ്ടോ? അവിടെ എനി ഷോപ്പ് കണ്ടാൽ ഒരു മിനിമം സംഭവം എല്ലാം കറക്റ്റ് അല്ലേ? നിങ്ങളൊരു സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന ഒരു ചെറിയൊരു ബർഗർ കടയായിക്കോട്ടെ, വലിയ റെസ്റ്റോറൻ്റ് ആയിക്കോട്ടെ, നിങ്ങൾ അവിടെ കണ്ടാൽ എങ്ങനെയാണ് അവർ ഗ്ലൗസ് ഉപയോഗിക്കുന്നതും മറ്റേ അവിടെ എല്ലാം ടെമ്പറേച്ചർ ഉപയോഗിക്കുന്നതൊക്കെ ഉണ്ട്. അത് ചെറിയ അവിടെ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് വേറെ മിനിമമാണ്. അപ്പോൾ ഇത് ഏത് പിന്നെ സ്ഥാപനങ്ങളായാലും ഭക്ഷണം വിൽക്കപ്പെടുന്നത്, അതിപ്പോൾ തട്ടുകടയാണ്, റോഡ് സൈഡിലാണോണ്ട് എക്സ്ക്യൂസ് ഒന്നുമില്ല, ഇത് ചെയ്യണം. അതിപ്പോൾ ഇത് നമ്മുടെ നാട്ടിലത് ആവാൻ കുറച്ചുകൂടെ സമയമെടുക്കും. കാരണം ആളുകൾ ഇത് ഈ ഹൈജീനിക്കും അലർജനും എന്നൊക്കെ പറഞ്ഞത് പാലിക്കപ്പെടണമെങ്കിൽ അതിനൊരു കോസ്റ്റ് ഉണ്ട് ഇല്ലേ? എല്ലാത്തിനും നല്ല കട്ടിംഗ് ബോർഡ് വാങ്ങിച്ച് വയ്ക്കുക, ഓരോന്നിനും വ്യത്യസ്തമായ നൈഫ് വാങ്ങിച്ച് വയ്ക്കുക, ഇവരെ ട്രെയിൻ ചെയ്യുക, എപ്പോഴും ഗ്ലൗസ് ഉപയോഗിച്ച് ഓരോന്നും കട്ട് ചെയ്ത് കഴുകി മാറ്റി വെച്ച് ചെയ്യുന്നതിന് ഒരു കോസ്റ്റ് ഉണ്ട്. മറ്റടുത്ത് ഈ കോസ്റ്റ് വില കുറച്ച് വിൽക്കുന്നവർക്ക് ഈ കോസ്റ്റ് വഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ ഇതൊന്നും പാലിക്കപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കണം അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് കഴിക്കണമെങ്കിൽ ദാറ്റ് ഈസ് യുവർ ചോയ്സ്. അതെ. അപ്പോൾ ഫുഡിൻ്റെ ഒരു കാര്യത്തിൽ നമ്മുടെ നാടൊക്കെ ഒരുപാട് പുരോഗമിക്കേണ്ടിയിരിക്കുന്നു. ഐ മീൻ ഫുഡ് ഹാൻഡിൽ ചെയ്യുന്നതും തീർച്ചയായിട്ടും ഫുഡ്